പറയേ സച്ചിൻ. മേഡം, പ്രിയങ്കയുടെ കൊലപാതകത്തിന്റെ റൂട്ട് ഇപ്പോൾ ക്ലിയർ ആണല്ലോ. കോടതിയിൽ സമർപ്പിക്കാനുള്ള സകല തെളിവുകളും ഇപ്പോൾ നമ്മുടെ കയ്യിലുണ്ട്. മേഡം, എല്ലാ വിവരങ്ങളും ACP അർജുന് കൈമാറിക്കോളൂ. ഞാൻ എന്റെ ഒരു സംശയം പറഞ്ഞോട്ടെ? പറയൂ. മേഡം, ഇത്രയൊക്കെ ചെയ്തിട്ടും ACP അർജുന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ചതിവുണ്ടായാൽ? ACP അർജുന്റെ പ്രീവിയസ് ഹിസ്റ്ററിയിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. പിന്നെ പറയാൻ പറ്റില്ല, മനുഷ്യനല്ലേ, ഏത് മനുഷ്യനും എവിടെ വെച്ചും മാറാം. അത്തരത്തിലൊരു മാറ്റം ACPക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അയാളുടെ അടുത്ത് നമ്മൾ എത്തിച്ച തെളിവുകൾ ഒറ്റ രാത്രി കൊണ്ട് വെളുക്കും. ഒരുപക്ഷെ ചന്ദ്രശേഖരൻ ഒരു ക്ലീൻ സർട്ടിഫിക്കറ്റ് എഴുതാൻ അയാൾക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോ അത് പ്രശ്നമാകില്ലേ മേഡം? നോ. ACP അർജുൻ സത്യസന്ധനായ ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾ നാളെ ചന്ദ്രശേഖരനെ അറസ്റ്റ് ചെയ്യും, എന്നിട്ട് കോടതിയിൽ ഹാജരാക്കും. അതല്ല, അയാളുടെ നീക്കത്തിൽ പിഴവുകൾ എന്തെങ്കിലും ഉണ്ടായാൽ നമ്മൾ കണ്ടെത്തിയ തെളിവുകളെല്ലാം നമ്മൾ കോടതിയിൽ നേരിട്ട് സമർപ്പിക്കും. മേശപ്പുറത്തെത്തുന്ന കൃത്യമായ തെളിവുകളിൽ നിന്നും കോടതിക്ക് ഓടി ഒളിക്കാൻ സാധിക്കില്ല. നിയമ നടപടി എന്തായാലും തുടരും. അത് ACP അർജുൻ തന്നെ ചെയ്യേണ്ടിയും വരും. മേഡം വെൽ പ്ലാൻഡ് ആണല്ലോ. സച്ചിൻ, നിങ്ങൾ രണ്ടുപേരും സ്വതന്ത്രമായി കേസ് വാദിക്കേണ്ടവരാ. നമ്മളൊരു നീക്കം കണ്ടെത്തുമ്പോ അതിഗംഭീരമായി എന്ന തോന്നലോടെ അടങ്ങി ഒതുങ്ങിയിരിക്കാൻ പാടില്ല. നമ്മൾ കണ്ടെത്തിയ നീക്കം പരാജയപ്പെടുന്നത് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. അതിന്റെ ഗുണം എന്താണെന്നറിയോ? 1 or 2 ഓപ്ഷൻ നമുക്ക് വേറെ ഉണ്ടാവും. പ്ലാൻ A, പ്ലാൻ B, പ്ലാൻ C. ഒന്ന് പരാജയപ്പെട്ടാൽ മറ്റൊന്ന്, അതും അല്ലെങ്കിൽ വേറൊന്ന്. ഏത് ആയുധം എടുത്താലും യുദ്ധം നമ്മൾ ചെയ്യുന്നുള്ള വിശ്വാസം, അതായിരിക്കണം നമ്മുടെ കോൺഫിഡൻസ്. എല്ലാവരും കൂടി ചന്ദ്രേട്ടനെ ദ്രോഹിക്കുക. ആ ഫിദ മാഡം രാധികയ്ക്ക് വേണ്ടി ഒരു വക്കീലിനെ ഏർപ്പാടാക്കിയിരുന്നില്ലേ, RD വർമ്മ? പ്രിയങ്കയെ കൊന്നത് ചന്ദ്രേട്ടനാണെന്നും പറഞ്ഞ് നടക്കുക ആ പെണ്ണ്. അങ്ങനെ ഒരാൾക്ക് വെറുതെ വിളിച്ചു പറയാൻ പറ്റുമോ? എടത്തി, നടന്ന കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. രാധികയും വരുണും സൂര്യയും വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടപ്പോ അവരെ സഹായിക്കാൻ ഞാൻ ശ്രമിച്ചു എന്നത് സത്യമാണ്. പക്ഷെ അതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ വേട്ടയാടുമെന്ന് ഞാൻ കരുതിയില്ല. അവളുടെ ബോഡി സംസ്കരിച്ചവരാ വരുണും രാധികയും. രാധികയുടെയും വരുണിന്റെ പേരില് ഒരു കുറ്റവും ഇല്ല. ആര് പറഞ്ഞു ഇല്ലെന്ന്? അവനെ സംശയിച്ചതും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതും ഈ വീടിന്റെ അകത്തുനിന്നല്ലേ? അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? കോടതിക്ക് സത്യം ബോധ്യമായതുകൊണ്ടല്ലേ അവരെ വിട്ടത്? അതുവരെ അവര് ജയിലിൽ കിടന്നല്ലോ. എല്ലാ തെറ്റും കൂടി എന്റെ തലയിൽ കെട്ടിവെച്ച് എന്നെ കൊലപാതകയാക്കാനാ മറ്റുള്ളവർ ശ്രമിക്കുന്നത്. ഏട്ടൻ എന്നെ രക്ഷിക്കണം. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഏട്ടൻ ആ പോലീസുകാരെ ഒന്ന് വിളിക്കേ. ആ RD വർമ്മ പറയുന്ന കേട്ടിട്ട് തീരുമാനമൊന്നും എടുക്കില്ലെന്നൊന്ന് പറയേ. അച്ഛൻ എന്തോ ഒന്നും മിണ്ടാതിരിക്കുന്നേ? നമ്മുടെ മുമ്പിൽ നിന്ന് ചെറിയച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാ അതൊരു നിസ്സാര കാര്യമാണോ? മുത്തശ്ശി ഒന്ന് അച്ഛനോട് പറ. ഞാൻ പറയില്ല. വരുണിന്റെ പേരിൽ കുറ്റം ചാർത്തപ്പെട്ടപ്പോ പരമേശ്വരന് എടുത്ത ഒരു നിലപാടുണ്ട്. തെറ്റ് ചെയ്തവരോട് കാരുണ്യം കാണിക്കില്ല. അതേ നിലപാട് ഇപ്പോഴും നിന്റെ മനസ്സിലുണ്ടോ പരമേശ്വര? എന്റെ നിലപാടിൽ മാറ്റമൊന്നുമില്ല അമ്മേ. ചന്ദ്രശേഖരൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചന്ദ്രശേഖരൻ ശിക്ഷിക്കപ്പെടണം. ചന്ദ്രേട്ടാ, ഇത് എല്ലാവരും കൂടി കരുതി കൂട്ടിയെടുത്ത തീരുമാനം. ഇവരുടെ ഭാഗത്തുനിന്ന് നീതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് ചന്ദ്രേട്ടൻ ഇവിടെ നിൽക്കണ്ട. ഉർവശി, എന്റെ മോനെ ഇവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോ
നീ ഇവിടെ ഉണ്ടായിരുന്നു, കാഴ്ചക്കാരിയായിട്ട് ഉണ്ടായിരുന്നു. പ്രിയങ്കയെ ആര് കൊന്നു എന്നതിന് ഉത്തരം വേണം എന്ന് തന്നെയല്ലേ നമ്മളും പറയുന്നത്. പോലീസുകാർ വരട്ടെ, അവര് കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്താന്ന് പറയട്ടെ. അതിനുശേഷം തീരുമാനിച്ച മതി ബാക്കിയൊക്കെ. ആ എല്ലാവരുടെയും തനിനിറം എനിക്ക് ബോധ്യപ്പെട്ടു. എടുത്തി അസലായിട്ടുണ്ട്. എന്നെ ഒഴിവാക്കാൻ കിട്ടിയ ഒരു അവസരം ഏട്ടത്തി ഉപയോഗിക്കുന്നത് എന്തെന്നറിയോ? കണിമംഗലത്തെ അവകാശങ്ങൾ ചോദിക്കാൻ ഞാനും എന്റെ കുടുംബവും ഉണ്ടാവില്ലല്ലോ. അല്ലെങ്കിൽ നിനക്കിവിടെ എന്തവകാശാടാ ഉള്ളത്? എല്ലാം കണക്ക് പറഞ്ഞ് എഴുതി വാങ്ങിച്ചു പോയിട്ട് നശിപ്പിച്ച് തിരിച്ചു വന്നതല്ലേ നീ? പരമേശ്വരന്റെ ദയവ് കൊണ്ടാ എല്ലാവരും ഇവിടെ കഴിയുന്നേ. അല്ലെങ്കിൽ കയ്യിലിരിപ്പ് കൊണ്ട് എന്നേ അടിച്ചു പുറത്താക്കേണ്ടതാ നിന്നെ നിന്റെ കുടുംബത്തിനെ. ഇക്കാര്യത്തിൽ കൂടുതൽ ആരും സംസാരിക്കാൻ നിൽക്കണ്ട. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ അനുഭവിക്കും, അതാരായാലും.